പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും ആശാകിരണം പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം. നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം. നിന്നാട്ടിലെത്തിയിടുവോളം. പ്രിയനാട്ടിലേക്കുള്ള യാത്ര പ്രിയനെ തേടിയൻ യാത്ര ഒരു നാളും പിരിയാതെ കൊതി തീരുവോളം ഒന്നായി വാഴുവാനാശ ഒന്നായി വാഴുവാനാശ പ്രിയനാട്ടിലേക്കുള്ള യാത്ര. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 40-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങൾ. ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. ദാവീദിൻ്റെ ഭയാനകമായ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ദാവീദ് പാടുന്ന ഈ സങ്കീർത്തനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ദാവീദ് പറയുകയാണ്. ഈ 6-7 വാക്യങ്ങളിൽ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പരാവർത്തനം പോലുള്ള പരിഭാഷ നമുക്ക് കാണുവാൻ സാധിക്കും. ഇറ്റ് ഇസ് നോട്ട് സാക്രിഫൈസസ് ആൻഡ് ഓഫറിങ്സ് വിച്ച് യു റിയലി വാണ്ട് ഫ്രം യുവർ പീപ്പിൾ. കർത്താവെ, നിൻ്റെ ആളുകളിൽ നിന്ന്, നിൻ്റെ ജനങ്ങളിൽ നിന്ന് നീ ആവശ്യപ്പെടുന്നതും നീ ആഗ്രഹിക്കുന്നതും യാഗങ്ങളും വഴിപാടുകളും അല്ലല്ലോ. ബേൺഡ് ആനിമൽസ് ബ്രിങ് നോ സ്പെഷ്യൽ ജോയ് ടു യുവർ ഹാർട്ട്. നിൻ്റെ ഹൃദയത്തിന് മൃഗങ്ങളെ ദഹനയാഗം അർപ്പിക്കുന്നത് പ്രസാദമാകുന്നില്ലല്ലോ. ബട്ട് യു ഹാവ് ആക്സെപ്റ്റഡ് ദി ഓഫർ ഓഫ് മൈ ലൈഫ് ലോങ് സർവീസ്. എൻ്റെ ആയുഷ്കാലം മുഴുവനുമുള്ള എൻ്റെ ശുശ്രൂഷ, ആയുഷ്കാലം മുഴുവനുമുള്ള എൻ്റെ സേവനം, നാഥ, ലൈഫ് ലോങ് സർവീസ്, അതാണ് നീ സ്വീകരിക്കുന്നത്. എൻ്റെ ആയുഷ് പര്യന്തമുള്ള സേവനമാണ് നിനക്ക് സ്വീകാര്യമായിരിക്കുന്നത്. ബട്ട് യു ഹാവ് ആക്സെപ്റ്റഡ് ദി ഓഫർ ഓഫ് മൈ ലൈഫ് ലോങ് സർവീസ്. ഈ അർത്ഥം വരുന്ന വാക്യം മലയാള വേദപുസ്തകത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. എന്താണ് ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? എൻ്റെ ചെവികൾ നീ തുളച്ചിരിക്കുന്നു പറയുവാൻ എന്താണ് കാര്യം? അത് പഴയ നിയമം വായിക്കുമ്പോൾ കാണാം. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിലും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിലും ഇതിനെക്കുറിച്ച് വിശദമായ പ്രസ്താവനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം വായിക്കാം. ഒരു എബ്രായദാസിനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ. ഏകനായി വന്നു എങ്കിൽ ഏകനായി പോകട്ടെ. അവന് ഭാര്യ ഉണ്ടായിരുന്നു എങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ. അവൻ്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനിരിക്കണം, അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല
എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിൻ്റെയോ കട്ടിളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ഈ സംഭവത്തെയും ഈ വചനത്തെയും അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ദൈവമേ, നീ എൻ്റെ കാതുകളെ തുളച്ചിരിക്കുന്നു. ഞാൻ നിൻ്റെ കാതു തുളയ്ക്കപ്പെട്ട അടിമയാണ്. നീ കാതു തുളച്ച് അടിമയാക്കിയ നിൻ്റെ ദാസനാണ് ഞാൻ. നീ എന്നെ കാതു തുളച്ച് അടിമയാക്കിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതൽ ഇത് തന്നെ കാണാം. നിൻ്റെ സഹോദരനായ ഒരു എബ്രായ പുരുഷനോ എബ്രായ സ്ത്രീയോ നിനക്ക് തന്നെത്താൻ വിറ്റിട്ട് 6 സംവത്സരം നിന്നെ സേവിച്ചാൽ 7-ാം സംവത്സരത്തിൽ നീ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ അവനെ വെറും കൈയായിട്ട് അയക്കരുത്. നിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഔദാര്യമായി ദാനം ചെയ്യണം. നിൻ്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതുപോലെ നീ അവന് കൊടുക്കണം. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ വീണ്ടെടുത്തുവെന്നും നീ ഓർക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കാര്യം നിന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ അവൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ടും നിൻ്റെ അടുക്കൽ അവന് സുഖമുള്ളതുകൊണ്ടും ഞാൻ നിന്നെ വിട്ടുപോകയില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ നീ ഒരു സൂചിയെടുത്ത് അവൻ്റെ കാത് വാതിലിനോട് ചേർത്ത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം. നിൻ്റെ ദാസിക്കും അങ്ങനെ തന്നെ ചെയ്യണം. പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന ഈ കാര്യം യിരെമ്യാവിൻ്റെ പ്രവചനം 34-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 14-ാം വാക്യം, തന്നെത്താൻ നിനക്ക് വിൽക്കുകയും 6 സംവത്സരം നിന്നെ സേവിക്കുകയും ചെയ്ത എബ്രായ സഹോദരനെ ഒടുക്കം 7-ാം സംവത്സരത്തിൽ വിട്ടയക്കണം. അവനെ സ്വതന്ത്രനായി നിൻ്റെ അടുക്കൽ നിന്ന് വിട്ടയക്കണമെന്ന് കൽപ്പിച്ചിരുന്നു. എങ്കിലും നിങ്ങളുടെ പിതാക്കന്മാർ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല, ചെവി ചായിച്ചതുമില്ല. നിങ്ങളോ ഇന്ന് തിരിഞ്ഞ് ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരന് വിമോചനം പ്രസിദ്ധമാക്കിയതിനാൽ എനിക്ക് ഹിതമായത് പ്രവർത്തിച്ചു. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ വെച്ച് എൻ്റെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? 6 സംവത്സരം അടിമയായി വേല ചെയ്ത ഒരു ദാസൻ അല്ലെങ്കിൽ ദാസി ഈ 6 സംവത്സരം കഴിഞ്ഞ് 7-ാം സംവത്സരത്തിൽ വിമോചനം പ്രസിദ്ധമാക്കണമെന്ന് ദൈവത്തിന് നിയമമുണ്ട്. ആ 7-ാം സംവത്സരത്തിൽ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണമെന്ന് നിത്യനായ ദൈവം നിയമം ചെയ്തിരിക്കുകയാണ്. അടിമ വ്യവസായം നിലവിലിരുന്ന കാലത്ത് ഈ വലിയ നിയമം, ദൈവം തൻ്റെ ന്യായപ്രമാണത്തിൽ മോശ വഴിയായി ജനത്തിന് കൊടുത്തതായ നിയമം, വളരെ വലിയ സാംസ്കാരികമായ വലിയൊരു ഉത്തേജനത്തിന് മുഖാന്തരമായി തീർന്ന നിയമമായി, അടിമത്വം മാറ്റുവാനുള്ള ഒരു നിയമമായി തീർന്നു. ഈ നിയമം അനുസരിച്ച് യജമാനൻ അടിമയെ വിട്ടയക്കുന്നു. 7-ാം സംവത്സരം അടിമ പറയുന്നു, എനിക്ക് സ്വതന്ത്രനായി പോകണ്ട, ഞാൻ യജമാനൻ്റെ അടിമയായി നിന്നുകൊള്ളാം, എന്നെ വിട്ടയക്കല്ലേ. എനിക്ക് യജമാനോട് സ്നേഹമാണ്, എനിക്ക് യജമാനോട് നന്ദിയാണ്, യജമാനൻ്റെ അടിമത്വത്തിൽ നിന്നും പോകാതിരിക്കാനാണ് എൻ്റെ ആഗ്രഹം, ഞാൻ എന്നെന്നും ദാസനായിരുന്നു കൊള്ളാം എന്ന് അടിമ സ്വമനസ്സാലെ പറയുന്നു എങ്കിൽ ആ അടിമയെ കൊണ്ടുവന്ന് കട്ടിളക്കാലിൻ്റെ അരികത്ത് നിർത്തി വാതിലിനോട് ചേർത്ത് ഈ കാത് ചേർത്ത് വെച്ചിട്ട് സൂചി കൊണ്ട് കാത് കുത്തി തുളയ്ക്കണം. അതിൻ്റെ അർത്ഥം എന്ത്? ഈ കാത് കുത്തി തുളച്ച അടിമ എന്നെന്നും യജമാൻ്റെ അടിമയായിരിക്കും. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കൊടുത്തതായ വ്യവസ്ഥ. സഹോദരങ്ങളെ, എന്നെന്നും ലൈഫ് ലോങ് സർവീസ്, എന്നെന്നും ആയുഷ്പര്യന്തമുള്ള സേവനം, മരണത്തോളം ഞാൻ നിൻ്റെ അടിമ, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ട് വരികയില്ല എന്നുള്ള തീരുമാനം. കർത്താവേ, മരിക്കുന്നതുവരെയും ഞാൻ നിന്നോട് കൂടെ, എക്കാലവും ഞാൻ നിന്നോട് കൂടെ, ആചന്ദ്രതാരം ഞാൻ നിന്നോട് കൂടെ, ദൈവമേ എക്കാലവും ഞാൻ നിൻ്റെ അടിമ. ഈ ഒരു തീരുമാനം വാസ്തവത്തിൽ ഓരോരുത്തരും എടുക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം ദാവീദിന് നാവിൽ കൂടി പറഞ്ഞു. എന്തു പറഞ്ഞു? ദൈവമേ,
നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, എനിക്ക് ചെവികളെ നീ തുളച്ചിരിക്കുന്നു, എൻ്റെ ചെവികളെ നീ തുളച്ചിരിക്കുന്നു. ഒരു അനുഭവപൂർണമായ ഒരു ഉദാഹരണ കഥ കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നടന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടിമ വ്യവസായമുള്ള കാലം, അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കാലം, കന്നുകാലികളെ കാളച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെ അടിമകളെ അടിച്ചുകൊണ്ടുപോയി വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ ചന്തകളിൽ കൊണ്ടുപോയി അങ്ങനെ അടിമകളെ നിർത്തുന്ന കാലം. അടിമ ഇന്നയാളുടെ അടിമയാണെന്നുള്ള തെളിവിന് അടിമയുടെ ശരീരത്തിൽ ഇരുമ്പ് വെച്ച് അടിമയുടെ ശരീരത്തിൽ ചൂടടയാളം ഉണ്ടാക്കുന്ന കാലം. ഒരു യജമാനൊരു അടിമയുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അവിടെ തന്നെ അടിമയാണ്. അവനൊരു മോനും ഉണ്ടായിരുന്നു. കഥയാണ്. ഈ യജമാനൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, ഇവരെ ഒന്ന് വിറ്റ് മാറാം. ഇത്രയും നാൾ ഇവിടെ നിന്നതല്ലേ, ഇപ്പോൾ വിറ്റാൽ നല്ല പൈസ കിട്ടും. കുറച്ചുകൂടി കഴിഞ്ഞാൽ, പ്രായമായി കഴിഞ്ഞാൽ അത്രയും രൂപ കിട്ടില്ല. വിൽക്കാം. യജമാനൻ കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയി, വയലിൽ കൊണ്ടുപോയി, കാളയെ വയലിൽ കൊണ്ടുപോകുന്ന പോലെ വയലിൽ കൊണ്ടുപോയി. ഈ അടിമയായ മനുഷ്യൻ, അയാളുടെ ഭാര്യ, അയാളുടെ മോൻ അവരെ ഏങ്ങലടിച്ച് കരയുകയാണ്. ഒരാൾ ഈ അപ്പനെ വാങ്ങിച്ചുകൊണ്ട് പോകും, അമ്മയെ വേറൊരാൾ വാങ്ങിച്ചുകൊണ്ട് പോകും, മോനെ വേറൊരാൾ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇനി ഇവർ തമ്മിൽ കാണുമോ? വലിയ നിരാശയിലാണ്. ഇനി ഒന്ന് കാണാൻ കിട്ടുമോ? അവരിങ്ങനെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ യജമാനന് സഹതാപമൊന്നുമില്ല. യജമാനൻ നല്ല വില കിട്ടാനായിട്ട് അങ്ങനെ വില പറഞ്ഞുകൊണ്ട് നിന്നു. ഒരാൾ വന്നൊരു വില പറഞ്ഞു, ഇഷ്ടപ്പെട്ടു വില. ആ ആൾക്ക് ഈ അപ്പനെ കൊടുത്തു, രൂപ വാങ്ങിച്ചു. ആ മനുഷ്യൻ ഈ അടിമയും കൊണ്ട്, വാങ്ങിച്ച അടിമയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ വേറൊരാൾ വന്ന് ഈ അമ്മയ്ക്ക് വില പറഞ്ഞു, നല്ല വില കിട്ടി, അമ്മയും കൊടുത്തു. വേറൊരാൾ വന്ന് ഈ മോന് വില പറഞ്ഞു, മോനെയും വിറ്റു. 3 പേരും 3 യജമാന്മാരുടെ കീഴിലായി പോവുകയാണ്. അന്ന് അവസാനമായി പിരിയുകയാണ്. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട്, അത്യന്തം ദാരുണമായി വിതുമ്പി കരഞ്ഞുകൊണ്ട്, മുറവിളി കൂട്ടിക്കൊണ്ട് 3 പേരും 3 വഴിക്ക് ഇങ്ങനെ നീങ്ങുകയാണ്. ഇനി ജീവിതത്തിൽ കാണാൻ പോകുന്നില്ല. തീർന്നു. സന്തോഷം മുഴുവൻ തീർന്നു. ഇതുവരെ യജമാൻ്റെ കീഴിലാണെങ്കിൽ എന്തൊരു സൗഖ്യമായിരുന്നു. ജോലി ചെയ്താലും തമ്മിൽ കാണാമല്ലോ, ഒരുമിച്ച് ജീവിക്കാമല്ലോ. ആ കുടുംബം ഇതാ ശിഥിലമായി. 3 വഴിക്ക്. ഒരു നല്ല മനുഷ്യനത് കണ്ടുകൊണ്ട് നിന്നു. അദ്ദേഹത്തിന് മനസ്സിലിവ് തോന്നി, അദ്ദേഹത്തിൻ്റെ ഒരു ആർദ്രത തോന്നി. അദ്ദേഹം ചെന്ന് ഈ അപ്പനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾ ഇതിനെ കൊടുക്കുമോ? ഇതിന് വലിയ വില തരണം. എന്നാൽ കൊടുക്കാം. എന്ത് വില തരണം? വലിയൊരു തുക പറഞ്ഞു. ആ തുക കൊടുത്തു. വലിയ തുകയാണ്. ആ വില ഞാൻ കൊടുത്തു. ആൾ വാങ്ങിച്ചു. അമ്മയെ വാങ്ങിക്കൊണ്ട് പോകുന്ന ആളുടെ അടുക്കേക്ക് ഈ നല്ല മനുഷ്യൻ ചെന്നു. കൊടുക്കുമോ? പിന്നെന്നാ കൊടുക്കാം, നല്ല വില കിട്ടണം. എന്താ വില? വലിയ വില പറഞ്ഞു. കൊടുത്തു. ആ അടിമയെയും വാങ്ങിച്ചു. ഇപ്പോൾ അപ്പനും അമ്മയും ഈ പുതിയ യജമാൻ്റെ കയ്യിൽ. മോനെ കൊണ്ടുപോകുന്ന ആളുടെ അടുക്കൽ ചെന്നു. ഈ അടിമയെ കൊടുക്കുമോ? കൊടുക്കാമല്ലോ. എന്താ വില? വലിയൊരു വില പറഞ്ഞു. അതും കൊടുത്തു. അപ്പനും അമ്മയും മോനും ഇപ്പോൾ ഒരാളുടെ കീഴിൽ തന്നെയായി. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവരെ 3 പേരെയും ചേർത്ത് അടുത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ 3 പേരും എൻ്റെ കൂടെയല്ലേ, എൻ്റെ അടിമയല്ലേ, നിങ്ങൾ 3 പേരും എൻ്റെ അടിമകളല്ലേ, നിങ്ങൾ ഇനി എന്നെ സേവിക്കേണ്ടവരല്ലേ. പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിക്കുന്നു, നിങ്ങളെ നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അടിമകളല്ല. ഇനിമേൽ നിങ്ങൾ അടിമകളല്ല. പൂർണ്ണ സ്വാതന്ത്ര്യം. പൊയ്ക്കോ, നിങ്ങൾക്ക് ഏത് വഴിക്കും പോകാം. നിങ്ങൾക്ക് ഒരുമിച്ച് ഇനി ആരെയും പേടിക്കാതെ സ്വതന്ത്രമായി ജീവിക്കാം. വളരെ സ്വതന്ത്രമായി നിങ്ങൾക്ക് കഴിയാം. പൊയ്ക്കോ പറഞ്ഞു വിട്ടു. പോയില്ല. ആ അടിമകൾ തിരിഞ്ഞു നിന്നു. അവർ യജമാൻ്റെ കാൽക്കൽ 3 പേരും വീണു. അയ്യോ യജമാനെ, ഞങ്ങളെ പറഞ്ഞു വിടരുതേ. ഞങ്ങളെന്നും അങ്ങയുടെ അടിമയായിരുന്നുള്ള. ഞങ്ങൾ വിടാതിരുന്നാൽ മതി. ഞങ്ങൾ എന്നെന്നും അങ്ങയുടെ അടിമയായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയായിരിക്കാം, പക്ഷേ ഇതൊരു സത്യമാണ്. എന്താണ് സത്യം? ഞാൻ, നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിനോട് ഈ ഒരു വ്യവസ്ഥ നിങ്ങൾ പറയണം. കർത്താവേ, ഞാൻ എന്നെന്നും നിൻ്റെ അടിമ, ഞാൻ എന്നെന്നും നിൻ്റെ അടിമ. ഈ സ്നേഹം ഞാൻ മറ്റെങ്ങും കണ്ടില്ല കർത്താവേ. എന്നെ സ്നേഹിച്ച സ്നേഹം, എന്നെ വിടുവിച്ച സ്നേഹം, എൻ്റെ മേലുണ്ടായിരുന്ന ബന്ധനങ്ങൾ അഴിച്ചു തന്ന സ്നേഹം, എൻ്റെ സ്വഭാവം മാറ്റുന്ന സ്നേഹം, ആരും സ്നേഹിക്കാനില്ലാത്ത എന്നെ സ്നേഹിച്ച സ്നേഹം, എന്നെ അടിമത്വത്തിൽ നിർത്തി എൻ്റെ സ്വാതന്ത്ര്യം കെടുത്തി എന്നെക്കൊണ്ട് അടിമവേല ചെയ്യിച്ച ദുഷ്ടനായ പിശാചിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച്
എന്നെ സ്വതന്ത്രനാക്കി തീർത്ത സ്നേഹം. പൈശാചികൻ പാവ കളിപ്പിച്ചുകൊണ്ടിരുന്ന എന്നെ വിടുവിച്ച് സ്വാതന്ത്ര്യം തന്ന സ്നേഹം. സാത്താൻ്റെ ചൊൽപ്പടിക്ക് നടന്നിരുന്ന എന്നെ മോചിപ്പിച്ച സ്നേഹം. എൻ്റെ കർത്താവേ, ഞാൻ സാത്താൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ കോപിക്കാൻ പറയുമ്പോൾ കോപിക്കും, പിണങ്ങാൻ പറയുമ്പോൾ പിണങ്ങും, മദ്യപിക്കാൻ പറയുമ്പോൾ മദ്യപിക്കും, വഴക്കടിക്കാൻ പറയുമ്പോൾ വഴക്കടിക്കും, ചീത്ത കൂട്ടുകെട്ടിൽ പോകാൻ പറയുമ്പോൾ ചീത്ത കൂട്ടുകെട്ടിൽ പോകും, സിനിമ കാണാൻ പറയുമ്പോൾ സിനിമ കാണും, ബ്ലൂ ഫിലിം കാണാൻ പറയുമ്പോൾ ബ്ലൂ ഫിലിം കാണും, വാടക കൊലയാളിയാകാൻ പറയുമ്പോൾ വാടക കൊലയാളിയാകും. എൻ്റെ കർത്താവേ, പണത്തിന് വേണ്ടി, അല്പനേരത്തെ രസത്തിന് വേണ്ടി, അല്പനേരത്തെ ലൈംഗിക സുഖത്തിന് വേണ്ടി എൻ്റെ ദൈവമേ എല്ലാം നശിപ്പിച്ച് സാത്താൻ്റെ അടിമയായി ജീവിച്ച ഞാൻ, എന്നെ സ്നേഹിച്ച സ്നേഹം ഞാൻ അറിയുന്നു കർത്താവേ. ഈ സ്നേഹത്തെ ഞാൻ അറിയുന്നു കർത്താവേ. ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ വീഴുന്നു കർത്താവേ. എന്നെ വിടുവിക്കാൻ നീ കൊടുത്ത വില വലുതാണല്ലോ. എന്നെ വിടുവിക്കാൻ നീ കൊടുത്ത വില നിൻ്റെ ജീവനാണല്ലോ. സ്വന്തം ജീവന് തുല്യമായി നീ എന്നെ കണ്ടല്ലോ കർത്താവേ. സ്വന്തം ജീവന് തുല്യമായി നിനക്ക് പകരമായി എന്നെ കാണത്തക്കവണ്ണം നീ എന്നെ വിലയേറിയവനായി കണ്ടല്ലോ. എനിക്ക് മറുവിലയായി കൊടുക്കാൻ നിന്നെ തന്നെ കൊടുക്കത്തക്കവണ്ണം അത്രമാത്രം എന്നെ വിലയേറിയവനായി നീ കണ്ടല്ലോ. എൻ്റെ കർത്താവേ, ഈ സ്നേഹം എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഈ അത്യത്ഭുത സ്നേഹം, ഈ നിസ്തുല സ്നേഹം, പാപിയെ വീണ്ടെടുക്കുന്ന സ്നേഹം, അഴുക്കുള്ളവനെ അഴുക്കിൽ നിന്ന് കരയേറ്റുന്ന സ്നേഹം, അശുദ്ധനെ വിശുദ്ധനാക്കുന്ന സ്നേഹം. എൻ്റെ ദൈവമേ, വറുതിയിലും വെറുമയിലും ജീവിച്ച് എന്നെ വിളിച്ച് വേദരിച്ച് വിലയുള്ളവനാക്കി തീർത്ത സ്നേഹം, അഡ്രസ് ഇല്ലാത്തവനായ എന്നെ അഡ്രസ് ഉള്ളവനാക്കി തീർത്ത സ്നേഹം, ബുദ്ധിമാന്യം സംഭവിച്ച എനിക്ക് ബുദ്ധി തെളിച്ചു തന്ന സ്നേഹം. എൻ്റെ കരുണയുള്ള കർത്താവേ, ആശയറ്റുപോയ എൻ്റെ ജീവിതത്തിൽ, നിരാശ പൂണ്ടുപോയ ജീവിതത്തിൽ പ്രത്യാശ പകർന്നു തന്ന സ്നേഹം. നാഥാ, ഈ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞാനിതാ അടിയറ വയ്ക്കുകയാണ് എന്നെ തന്നെ. ഈ നല്ല സ്നേഹത്തിൻ്റെ അടിമത്വം മതി. ഈ സ്നേഹത്തിൻ്റെ ചങ്ങലയിൽ, ഈ സ്നേഹത്തിൻ്റെ ചരടിൽ എന്നെ കോർത്തിണക്കി നിർത്തണമേ നാഥാ. നിൻ്റെ വിശുദ്ധ ജനത്തോട് എന്നെ ചേർത്തണച്ച് നിർത്തണമേ. നിൻ്റെ വിശുദ്ധന്മാരുടെ കൂടെ എന്നെയും ചേർത്ത് നിർത്തണമേ. നിൻ്റെ വിശുദ്ധന്മാർ ആരാധിക്കുന്ന കൂടെ ആരാധിക്കാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ നാഥാ. നിൻ്റെ വിശുദ്ധന്മാർ ആഘോഷത്തോടെ ആരവാരത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയുടെ ആ കൂട്ടായ്മയിൽ എന്നെയും നീ ചേർത്തണച്ച് നിർത്തണമേ. എനിക്ക് വിശുദ്ധി തരണമേ, എനിക്ക് സ്നേഹം തരണമേ നാഥാ. നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ എനിക്ക് മടക്കി തരണമേ. നഷ്ടപ്പെട്ടു പോയ സൽസ്വഭാവം തിരികെ തരണമേ നാഥാ. ശത്രു റാഞ്ചിക്കൊണ്ടുപോയ എൻ്റെ നന്മകളെല്ലാം തിരികെ കൊണ്ടുതരണമേ. എൻ്റെ ദൈവമേ, പൈശാചികനെ നശിപ്പിച്ച് കളഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ പഴയ കാലങ്ങൾ മാറ്റി എന്നെ ഒന്ന് പുതുതാക്കി തീർക്കണമേ. ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഗോകുൽത്തായിലെ സ്നേഹം, സ്വന്തം ജീവൻ തന്ന് സ്നേഹിച്ച സ്നേഹം, സ്വന്തം രക്തം തന്ന് സ്നേഹിച്ച സ്നേഹം, സ്വന്തം രക്തം മറുവിലയായി തന്ന് സ്നേഹിച്ച സ്നേഹം, നമ്മെ തന്നെ സ്നേഹിച്ച് നമുക്കായി തന്നെ തന്ന്, നമുക്കായി തന്നെ വേർതിരിച്ച് തന്ന്, തന്നെ ക്രൂസിൽ അർപ്പിച്ചു തന്ന്, പൈശാചികന്റെ ബന്ധനത്തിൽ നമ്മെ മോചിപ്പിച്ച സ്നേഹം, ഈ സ്വർഗീയ സ്നേഹത്തെ കണ്ട് ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുവീൻ. പാട്ടുകാരൻ പാടിയതെന്താണ്? യുഗകാലം വരെയും മാറാത്ത സ്നേഹമാണിത്. യുഗകാലം വരെയും പിരിയ ബന്ധമാണിത്. പിരിയ ബന്ധമാണിത് യുഗകാലം വരെയും. പിരിയ ബന്ധമാണിത് യുഗകാലം വരെയും. എൻ്റെ സഹോദരങ്ങളെ, പിരിയ ബന്ധം ആരോട്? യേശുവിനോട്, കരുണയുള്ള കർത്താവിനോട് പിരിയാത്ത ബന്ധം. ഓ എൻ്റെ ദൈവമേ, ആ ബന്ധത്തിൽ എന്നെ തളച്ച് നിർത്തണമേ. ആ ബന്ധത്തിൽ എന്നെ കെട്ടി നിർത്തണമേ. ഞാൻ ഊർന്നു പോകാതെ എന്നെ ബന്ധിപ്പിച്ച് നിർത്തണമേ കർത്താവേ. ഞാൻ താണു പോകാതെ എന്നെ നിൻ്റെ കരങ്ങളിൽ വഹിച്ചു നിർത്തണമേ. ഞാൻ ഉലഞ്ഞു പോകാതെ എന്നെ മാറോട് അടക്കി പിടിക്കണമേ. ഞാൻ വാടിപ്പോകാതെ എൻ്റെ മുഖത്ത് ജീവജലം തെളിച്ച് നിർത്തണമേ. ഞാൻ ക്ഷീണിച്ചു പോകാതെ എന്നെ തിരുവിലാവിൽ ചേർത്തളിച്ച് നിർത്തണമേ. എൻ്റെ ദൈവമേ, ഈ സ്നേഹത്തെ മറികടന്നു പോകാതെ ഈ സ്നേഹത്തിൻ്റെ പ്രചാരകനും പ്രഘോഷകനുമാകുവാൻ നിന്റെ കൃപ എൻ്റെ മേൽ ഇറങ്ങണമേ. സ്നേഹത്തിൻ്റെ പ്രവാചകനാകാൻ എന്നെ നീ യോഗ്യനാക്കി തീർക്കണമേ. സ്നേഹത്തിൻ്റെ പ്രഘോഷകനാകാൻ എന്നെ നീ സ്നേഹമാക്കി മാറ്റണമേ. സ്നേഹത്തിൻ്റെ പ്രചാരകനാകാൻ എന്നെ നീ ഒരു സാക്ഷിയാക്കി മാറ്റണമേ. സ്നേഹത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ നീ പുതിയ പദവികൾ അണിയിക്കണമേ. ദൈവജനമേ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്കൊന്ന് പാടാം പ്രിയരെ. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹൽ സ്നേഹമേ, പൊന്നുമാർവീലാണ് ചീടും സ്നേഹമേ,
എൻ്റെ കണ്ണീർ തൂട് ചീടും സ്നേഹമേ, പൊന്നുമാർവീലാണ് ചീടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തൂട് ചീടും സ്നേഹമേ. നാട്ടുകാർ വീട്ടുകാർ കൂട്ടമായി എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോൾ ഞാൻ ഓർത്തിടുമേ എൻ്റെ പ്രിയൻ്റെ പുഞ്ചിരി തൂമ പൊന്മുഖം. ഞാൻ ഓർത്തിടുമേ എൻ്റെ പ്രിയൻ്റെ പുഞ്ചിരി തൂമ പൊന്മുഖം. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാർവീലാണ് ചീടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തൂട് സ്നേഹമേ, പൊന്നുമാർവീലാണ് ചീടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തൂട് ചീടും സ്നേഹമേ. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറിപ്പോകാതിരിക്കുവാൻ സ്നേഹത്തിൻ ചങ്ങലയാലെന്നെ മാറോടാണ് യേശു രക്ഷകൻ. സ്നേഹത്തിൻ ചങ്ങലയാലെന്നെ മാറോടാണ് യേശു രക്ഷകൻ. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാർവീലാണ് ചീടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തൂട് ചീടും സ്നേഹമേ, പൊന്നുമാർവീലാണ് ചീടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തൂട് ചീടും സ്നേഹമേ. സ്നേഹം നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. സ്നേഹിതരെ, ഈ സ്നേഹം കണ്ട് നിങ്ങൾ കാത് കുത്തി തുളച്ച അടിമകളാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുടെ? രാജാധിരാജൻ്റെ, സ്വർഗോന്നതൻ്റെ, അഖിലാണ്ടങ്ങളുടെ ഉടമസ്ഥൻ്റെ, അണ്ടകടാഹത്തിൻ്റെ സൃഷ്ടാവിൻ്റെ, ആകാശഗോളങ്ങളെ മെനഞ്ഞവൻ്റെ, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ മെനഞ്ഞതാതിൻ്റെ സ്ഥാനത്ത് നിർത്തിയവൻ്റെ, അഖില ലോകങ്ങളുടെയും ഉടയവൻ്റെ, സർവലോകജഗ നിയന്താവിൻ്റെ, അവൻ്റെ അടിമയാകാൻ പ്രിയരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികൾ. അവനായി നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ധന്യന്മാർ. സഹോദരങ്ങളെ, സകലവും വിറ്റുവാങ്ങേണ്ട നിധിയാണ് ഈ ക്രിസ്തു. സകലവും വിറ്റുവാങ്ങേണ്ട നിധി. അത് പിന്നൊരവസരത്തിൽ പറയാം. സകലവും വിറ്റുവാങ്ങേണ്ട നിധിയാണ്. തനിക്കുള്ളതൊക്കെയും വിറ്റ് ചെന്ന് ആ വയൽ വാങ്ങി. വിറ്റതോ നിരാശയോടെയാണോ? വിറ്റത് സങ്കടത്തോടെയാണോ? അയ്യോ വിൽക്കണമല്ലോ, ഈ വയൽ വാങ്ങുകയും വേണം, അയ്യോ വിൽക്കണമല്ലോ. അല്ലല്ല, അവൻ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. സന്തോഷത്താൽ. ക്രിസ്തുവിൻ്റെ അടിമയാകുന്നത് സന്തോഷം, ക്രിസ്തുവിൻ്റെ വകയാകുന്നത് സന്തോഷം, ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറാൻ കിട്ടുന്നത് മഹാസന്തോഷം, തീർത്താൽ തീരാത്ത ആനന്ദം. പ്രിയരെ, ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് വേണ്ടി തുറക്കുമോ? ക്രിസ്തുവിനോട് വാക്ക് പറയുമോ? ക്രിസ്തുവിൻ്റെ പാദസേവ ചെയ്യുവാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുമോ? ഒരു പുതിയ തീരുമാനമെടുക്കുമോ? നാഥ, ഇതുവരെ ഞാൻ സാത്താൻ്റെ വിടുപണി ചെയ്തു, ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിൻ്റെ അടിമ, ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസൻ, ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസി, ഇന്നു മുതൽ നാഥ ഞാൻ ക്രിസ്തുവിൻ്റെ സാക്ഷി, ഇന്നു മുതൽ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ച് രഹസ്യങ്ങൾ കാണുന്ന ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കുന്ന ഒരു മകനായി മകളായി ഞാൻ ജീവിക്കും. ദൈവത്തോട് വാക്ക് പറയുവീൻ, പാപത്തെ ഉപേക്ഷിപ്പീൻ. പുതിയ തീരുമാനങ്ങൾ കിളിർത്തു വരട്ടെ, പുതിയ തീരുമാനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർന്നു വരട്ടെ, ദൈവത്തോടുള്ള പുതിയ സമർപ്പണങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വരട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ നിന്റെ പ്രിയമക്കളെല്ലാവരും കേട്ട വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ജീവന്റെ തിരുമൊഴികൾ ഞങ്ങളെ കേൾപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ അരുളപ്പാടുകൾ ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് തൂകിത്തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, രോഗസൗഖ്യം അയക്കണമേ, ശാന്തി അയക്കണമേ, കുടുംബ സമാധാനം അയക്കണമേ,
ശാപദോഷങ്ങൾ മാറ്റണമേ, പൈശാചിക ബാധകൾ അകറ്റണമേ, ഭൂതബാധകൾ നീക്കണമേ, മന്ദബുദ്ധികൾക്ക് സുബോധം നൽകണമേ. കരുണയുള്ള കർത്താവേ, അപസ്മാര രോഗികളെ സൗഖ്യമാക്കണമേ. ഭൂതപ്രേത പിശാചുക്കളുടെ ബന്ധനത്തിലിരിക്കുന്നവർക്ക് മോചനം നൽകണമേ. കരുണയുള്ള കർത്താവേ, എല്ലാവരെയും വാഴ്ത്തണമേ. ആണിപ്പാടുള്ള കരം ശിരസിൽ വെക്കണമേ. വിശ്വസിക്കുന്നവരുടെ ശിരസിൽ, അടിമയായി സമർപ്പിക്കുന്നവരുടെ ശിരസിൽ തിരുരക്തം പുരട്ടണമേ. സ്വർഗീയ കൃപ ഇറങ്ങണമേ. സ്വർഗത്തിന് തീ പ്രവഹിക്കണമേ. തീ ജ്വാല ആളി ചിന്തണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.